ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ CPM MLA ദലീമ പങ്കെടുത്ത സംഭവത്തെ വിശദീകരണം തേടാൻ പാർട്ടി കേരള അമീർ പി മുജീബുർ റഹ്മാൻ ഉദ്ഘാടകനായ പരിപാടിയിലാണ് ദലീമ പങ്കെടുത്തത്. പാർട്ടി കൂടി അറിഞ്ഞുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അരങ്ങേറിയത് എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴ വടുതലയിൽ ഈ മാസം 11-നായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ ദലീമ പങ്കെടുത്തത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടൽ ഉളവാക്കുന്ന വസ്തുതയൊന്നുമല്ല എങ്കിൽ പോലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രഖ്യാപിതമായി ചില നയങ്ങൾ ഉണ്ട്. എന്തായാലും ദലീമ പങ്കെടുത്ത വിഷയം അത് എങ്ങനെയാണ് CPM നേരിടാൻ പോകുന്നത്? രാഹി, ഇതിൽ രണ്ട് വിഷയമാണ്. ഒന്ന്, പാർട്ടിയുടെ ഇപ്പോഴത്തെ പരസ്യമാക്കപ്പെടുന്ന നയമനുസരിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് CPM MLA ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ പാർട്ടി പ്രയാസപ്പെടേണ്ടി വരും. ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്കറിയാം, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം SDPയുമായും ജമാഅത്ത് ഇസ്ലാമിയായും എല്ലാം തന്നെ ആലപ്പുഴ ജില്ലയിലടക്കം CPM നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഇതിനെ കാണാമെങ്കിൽ പോലും ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വെൽഫെയർ പാർട്ടിക്കും മറ്റുമെതിരെ പരസ്യമായി ശക്തമായി പ്രതികരിക്കുമ്പോൾ ആ ഒരു പാർട്ടിയുടെ MLA തന്നെ ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദലീമയുടെ വിശദീകരണം ചോദിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ സാഹചര്യത്തിൽ ദലീമ ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം, കനിവ് എന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു ചാരിറ്റബിൾ സംഘടന, അതിൻ്റെ പരിപാടിയിൽ ആംബുലൻസിൻ്റെ ഉദ്ഘാടനത്തിലാണ് താൻ പങ്കെടുത്തത്. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആര് വിളിച്ചാലും താൻ പങ്കെടുക്കും എന്ന ഒരു നിലപാടാണ് ദലീമ പ്രകടിപ്പിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ പാർട്ടിക്കും ഇത്തരമൊരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാവും പാർട്ടിയും ലക്ഷ്യം വെക്കുക. എന്തു തന്നെയായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ അരൂർ മണ്ഡലത്തിൽ വലിയ രീതിയിൽ മുസ്ലിം വോട്ടും ഉള്ളതാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും ഉള്ളതാണ്. അപ്പോൾ ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയുള്ള ഒരു നടപടിയായി തന്നെ വേണം ഈ പരിപാടിയിൽ പങ്കെടുത്ത ദലീമയുടെ നിലപാടിനെ നമുക്ക് കണക്കാക്കാൻ. ആ രീതിയിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഇടപെടലിൽ CPM തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും. രാഹി, ശരി സുധീഷ്, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് CPM എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് അവർ പ്രഖ്യാപിത നയമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരുമിച്ച് പോകുന്നില്ല എന്നതൊക്കെയാണ് പ്രഖ്യാപിതമായ നയം. എന്തായാലും ഇതിനിടെയാണ് CPM MLA ദലീമ ഇവരുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിലിപ്പോൾ വിശദീകരണം തേടി തടിയൂരാനാണ് പാർട്ടിയുടെ ഒരു നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്.